Hi dears, welcome back to our channel. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ബയ സ്ട്രിപ്പ് അല്ലെങ്കിൽ ക്രോസ് സ്ട്രിപ്പ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നീളം കൂട്ടുന്നതെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ബയ സ്ട്രിപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അറിയാൻ വയ്യാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. ഈ ബയ സ്ട്രിപ്പിനെ നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ സൈഡുകളെല്ലാം ഇതാ ഇതുപോലെയാണ് ഇങ്ങനെ ഒരു ചെരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. അല്ലെ നമ്മൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇതാ അതിനുശേഷം നമ്മളിതാ നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ചേർന്ന് വരുന്ന ഭാഗങ്ങളില്ലേ അവിടെ തമ്മിൽ നമ്മളിതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ബിഗിനേഴ്സിന് വേണ്ടി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പം മാർക്ക് ചെയ്ത ഭാഗങ്ങളില്ലേ ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയെല്ലാം നമ്മൾ 2 times സ്റ്റിച്ച് ചെയ്യാവേ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇത് കണ്ടോ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ലഭിക്കും. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ലെങ്ത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൂട്ടി കൊടുക്കുക. അപ്പോൾ കൂട്ടി കൊടുക്കുന്ന മെത്തേഡ് ഇതാണ്. അപ്പം നമുക്ക് എത്ര നീളമുള്ള ബയ സ്ട്രിപ്പ് വേണമെങ്കിലും ഇങ്ങനെ എടുക്കാവേ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് റോങ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള മാത്രമുള്ള ഒരു വീഡിയോയാണ്. അപ്പം എന്താ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പം എന്താ ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് ഓൾ പീസസ് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് എത്ര ലെങ്തിൽ വേണമെങ്കിലും ലഭിക്കും. ഇനി ഇത് നമ്മളുടെ ഒരു ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ്. നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെ എല്ലാം നമ്മൾ ഇതുപോലുള്ള ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാക്സിമം സ്ലോയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എപ്പോഴും നല്ലത്. സാധാ തയ്യൽ മെഷീനൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഇത് കണ്ടോ ഈ ബയ സ്ട്രിപ്പിന് അല്ലെങ്കിൽ ക്രോസ് സ്ട്രിപ്പിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ നീണ്ടു നിൽക്കും. അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാണ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഈ സൈഡിലേക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കേണ്ടത്. നമ്മളിടുന്ന എല്ലാ വീഡിയോസും യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നമ്മളിങ്ങനെ ബാലൻസ് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് കണ്ടോ ഇതുപോലെ ലഭിക്കും നമുക്ക്. അതിനെ നമ്മൾ പൈപ്പിങ് വേണമെങ്കിലും ആക്കാം. അത് നമ്മൾ പിന്നീട് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാവേ. ഇനി ഇത് കണ്ടോ ഈ സൈഡുകൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്മോൾ കട്ടാണ്, ത്രെഡിൽ കട്ട് ചെയ്യാത്ത രീതിയിലാണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അധികം ചുളുക്കം വരാതിരിക്കാൻ വേണ്ടി തിരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അതിനുശേഷം ഇത് കണ്ടോ ഇതിൻ്റെ പുറത്തു കൂടി നമ്മളൊന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിടുന്ന എല്ലാ വീഡിയോസും യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും തുടർന്നുള്ള വീഡിയോസ് കാണാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഷെയർ ചെയ്യാനും ഒന്നുമേ. ഇതുപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇത് കണ്ടോ ഇതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ ഈ ക്രോസ് സ്ട്രിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ചുളുക്കവും ഇല്ലാതെ നമുക്ക് ഏത് പാർട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇത് തീർത്തും ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് തരാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.